നമസ്കാരം. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ CPM. കാര്യം ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെയും അവരുടെ ഭർത്താവിനെയും രക്ഷിക്കാനാണ് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓട പണിയുന്നത് അശാസ്ത്രീയമാണ് എന്നാരോപിച്ച് പണി നിർത്തിവെച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഓടപണിയെ തുടർന്ന് പ്രതിരോധത്തിലായ CPM കഴിഞ്ഞ ദിവസം കൊടുമണ്ണിൽ വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ തന്റെ പഴയ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ലംഘനം ഉണ്ടായിട്ടില്ല എന്ന ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രസംഗിച്ചതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ മാത്രമേ ശ്രീധരന് കഴിഞ്ഞിട്ടുള്ളൂ. മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കൊടുമൺ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള കെട്ടിടം എന്നതാണ് റിപ്പോർട്ട്. ഏഴാംകുളം കൈപ്പട്ടൂർ റോഡിന്റെ പണികളുടെ ഭാഗമായി ഓടമണിതപ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ വളച്ചു പണിതത് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി തടഞ്ഞതാണ് വലിയ രീതിയിൽ ശ്രദ്ധേയമായ ഒരു വിമർശനത്തിന് ഇടയാക്കിയ വിഷയമായി മാറിയത്. ജോർജ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ ജില്ലാ സെക്രട്ടറിക്ക് ഈ നിലപാടല്ലായിരുന്നു. ലംഘനം ഒന്നും നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തതോടെ കൈവിട്ടു പോകുമെന്ന ഘട്ടം തിരിച്ചറിഞ്ഞപ്പോഴാണ് CPM വിശദീകരണ യോഗം വിളിച്ചു ചേർത്തത്. റോഡ് അളന്ന് പുറമ്പോക്ക് കണ്ടെത്തണമെന്നും മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുൻവശത്ത് ഓട വളച്ചത് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നതിനാലാണെന്നും ജില്ലാ സെക്രട്ടറി ഇതിന്റെ ഭാഗമായി പറഞ്ഞു. അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. ആവശ്യമെങ്കിൽ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്നും ഇതിനായി എസ്റ്റിമേറ്റ് പുതുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് വികസന വിരോധികളാണെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കെട്ടിടം പുറമ്പോക്കിലാണെങ്കിൽ അത് പൊളിക്കാൻ നടപടിയെടുക്കണമെന്നും ഇതേസമയം അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPMന്റെ കൊടുമൺ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കാവ് പുറമ്പോക്കിലാണെന്നത് ശുദ്ധ നുണയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ KK ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. റോഡിലെ പുറമ്പോക്കുകൾ തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു. ഇവിടെയാണ് ശരിക്കും CPMനുള്ളിലെ രാഷ്ട്രീയ കളികൾ വ്യക്തമാകുന്നത്. തെറ്റെന്ന് വിളിച്ചു പറയുന്നവനെ പോലും നേരാവണ്ണം ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുകയാണ്. പാർട്ടി എന്താണോ പറയുന്നത് ആ ഒരു കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ, തെറ്റോ ശരിയോ നോക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് സഖാക്കന്മാരെ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട് എന്നതിന് ഇതിൽ പരം തെളിവ് വേറെ ഒന്നും കിട്ടാനില്ല. അത് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ നിലപാട് മാറ്റിക്കൊണ്ട് സഖാവ് രംഗത്തെത്തിയതിന്റെ പ്രധാന കാരണവും.